അതൊരു വളരെ ചെറിയ കാര്യം മാത്രം. അതെ അതെ. അപ്പൊ നമ്മളൊരു കിടിലൻ പെർഫോമൻസ് കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മളോടൊപ്പം ഒരു കിടിലൻ കുട്ടി വന്ന് നിൽക്കുന്നുണ്ടല്ലോ. ഏതാണ് ഐറ്റം കാണാണ്ട് പറയാൻ പറ്റുമോ? കാണാതെ പറയാൻ പറ്റും. ഇതൊരു നൃത്തരൂപമാണ്, സവിശേഷമായ ഒരു നൃത്തരൂപമാണ്. ഇതിപ്പോ നമ്മൾ പോകുന്നത് എല്ലാം നൃത്തരൂപം എന്ന് പറഞ്ഞു അല്ലേ? ഈ വേഷം കണ്ടിട്ട് കൊടുക്കുന്ന ഇത് നാടോടി നൃത്തം അല്ലേ? ഓക്കെ. എവിടെ മോളുടെ പേര്? മോളുടെ പേര്, സ്ഥലം? എന്റെ പേര് മോക്ഷ, ഞാൻ കൊല്ലത്താണ്. കൊല്ലം. കൊല്ലത്തുനിന്ന് ഒത്തിരി പേര് TCV ഇഷ്ടപ്പെട്ടുകൊണ്ട് വരുന്നുണ്ട് കേട്ടോ. തൃശ്ശൂരിലെ കുട്ടികളിനേക്കാൾ കൂടുതൽ കൊല്ലമാണ് ഇപ്പം വന്നിരിക്കുന്നത്, പാലക്കാടും വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു TCV ഇങ്ങനെ സ്പ്രെഡായി കൊല്ലത്തും പാലക്കാടും ഒക്കെ എത്തിക്കാണും. നമ്മളെ അറിയുന്നില്ല എന്നതാണ് അതിന്റെ ഒരു യാഥാർത്ഥ്യം. ഒരുപാട് സന്തോഷം. അപ്പൊ നമുക്ക് നാടോടി നൃത്ത വേഷത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. അത് തന്നെയാണ് പെർഫോം ചെയ്ത റിസൾട്ട് വന്നു. A ഗ്രേഡ്. വെരി ഗുഡ്. അടിപൊളി. വേറെ ഏതെങ്കിലും ഐറ്റത്തിൽ പങ്കെടുത്തിരുന്നോ? കുച്ചിപ്പുടി. ആഹാ, രണ്ട് ജോണറുള്ള സംഭവമാണല്ലോ. അങ്ങനെയൊന്നുമില്ല. ഓക്കെ. യെസ്. அந்த போலீஸாரு போயாச்சா? அவங்கள ரொம்ப தொந்தரவு. மதிராசி பட்டணம் இது தமிழ் பேசும் தெருவோரம், அருவாணி தெருவிலே மல்லி பெண்ணு അടർന്നൊരു പൂവിതൽ തുണ്ടുപോൽ ട്രാൻസ്ജെൻഡറാമി മല്ലിപ്പെണ്ണ്. സേലത്തുള്ളൊരു ആത്തൂര് ഗ്രാമത്തിൽ പിറന്നു ഞാനാൺ കുളന്തയായി. നാളുകൾ പോകെ മനസ്സിൽ ചാഞ്ചാട്ടം, ഈ ചാന്തും കൺമഷും കാണുമ്പോൾ ഒരു ഇളക്കം. ജമന്തിപ്പൂചുടി പൊട്ടുന്നു കൊത്തും പെണ്ണായൊരുങ്ങി ഞാൻ നൃത്തമാടും. അച്ഛനത് കണ്ട് പൊതിരെ തല്ലും, എന്ത് വിധിയത് ദൈവമേ, ആണോ ഞാൻ പെണ്ണോ, നീ തന്ന വികൃതമാം ജന്മമിതോ, നിനക്കും തെറ്റുകൾ ദൈവമേ. ഒരു ദിനം രാത്രി അച്ഛനുറങ്ങി ഒളിച്ചോടി ഒരുവിധം മതിരാശിയെത്തി. ആടിയും പാടിയും വേലകൾ ചെയ്തും കാശങ്ങി വാങ്ങും തെറ്റാതെ, വീട്ടിലേക്കെന്നും കാശയച്ചിടും ഒരു ദിനം പോലും മറക്കാതെ. പഠനത്തിൻ വിലയറിയും ഞാൻ അടുത്തുള്ള കോളേജിൽ ട്രാൻസ്ജെൻഡർ കോട്ടയിൽ നൃത്തം പഠിച്ചിടാൻ നർത്തകിയായിടാൻ അഡ്മിഷൻ കിട്ടാനൊക്കെ അപ്ലൈ ചെയ്തു. ഞാനേറെ ഭയക്കും ആ പോലീസുകാരൻ രാത്രിയിൽ എന്നെ തേടി വന്നിടും. ബെൽറ്റിനടിക്കും, സിഗരറ്റിനാൽ പൊള്ളിക്കും, ക്രൂരമാം സാഡിസ്റ്റ് വൈകൃതങ്ങൾ. ആ പോലീസുകാർക്ക് ഞാനൊരു വേട്ടമൃഗം. തിരികെ വീട്ടിൽ പോകാൻ ആശയേറെ, അച്ഛനും അമ്മയ്ക്കും മകളായിടേണം. എന്റെ പൊന്നനുജന് ചേച്ചിയായി മാറി ഇനിയുള്ള കാലം ജീവിക്കണം. വളരെ നന്നായിട്ട്. നല്ലൊരു കയ്യടി കൊടുക്കാൻ തോന്നുന്നില്ല നിങ്ങക്ക്? ഓക്കെ, നല്ലൊരു പെർഫോമൻസ്. ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്റ്റോറിയുമാണ് അല്ലേ? ഇത് ആരാണ് തെരഞ്ഞെടുത്തത്? ഇത് ജോമറ്റ് എന്ന് പറയുന്ന ഒരു മാഷാണ് ഇതിന്റെ ലിറിക്സ് എന്നെ പഠിപ്പിച്ചത്. അഡ്വക്കേറ്റ് സോനുശ്രീ. സംസാരിക്കാൻ പറ്റുന്നില്ല, എന്തോ ശ്വാസമൊക്കെ ഇങ്ങനെ എടുത്ത്. അതെ, തീർച്ചയായിട്ടും. അയ്യോ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെ ശരിക്കും സമ്മതിക്കണം കേട്ടോ. കാരണം അത്രയും എഫേർട്ട് എടുത്ത് ഇപ്പം ഈ രാവിലെ മുതൽ മേക്കപ്പ് ചെയ്ത് അവരുടെ ആ ഒരു സമയം വരുന്നത് വരെ വെയിറ്റ് ചെയ്യുന്ന തന്നെ വലിയൊരു ടാസ്ക് ആണല്ലേ? പക്ഷെ കാണികളെ കണ്ടപ്പോൾ ആ സന്തോഷമൊക്കെ ഇരട്ടിയായില്ലേ? ഗ്രേഡ് കിട്ടുമ്പോൾ അതിനേക്കൊക്കെ കൂടുതലല്ലേ? ഓക്കെ, അപ്പൊ അതിനേക്കാൾ കൂടുതലൊന്ന് ഞങ്ങളും കൂടെ ഒന്ന് സന്തോഷിപ്പിക്കട്ടെ. അപ്പൊ ഒരു സ്നേഹോപഹാരം നമ്മൾ നൽകുവാണ്. ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ നൽകുന്ന ഒരു സ്നേഹാദരം.
താങ്ക് യു സോ മച്ച്. അപ്പോൾ കൺഗ്രാറ്റുലേഷൻസ്. അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ്. ഓക്കേടാ, താങ്ക് യു, ബൈ. അപ്പോൾ നമ്മൾ അടുത്ത